ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ പൊട്ടറ്റോ ചിപ്സാണ് കേട്ടോ. നമ്മളിത് ഇവിടെ പൊട്ടറ്റോ ചിപ്സ് നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് വേവിക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു പാനാണ് എടുക്കുന്നത്. ഇൻഡക്ഷനിലാട്ടോ ഞാൻ വയ്ക്കുന്നത്. അപ്പം അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇൻഡക്ഷനിൽ എണ്ണ തൂത്ത് കൊടുക്കണം. എണ്ണ തൂത്തിട്ടുണ്ട്. ചൂടായിട്ടില്ല ഗൈസ്. എന്താണെന്നറിയില്ല, ഇവിടെ ആയിട്ട് ഇങ്ങനെ മിന്നുന്നൊന്നുമില്ല. ഫോണിൽ നോക്കുമ്പോൾ മിന്നുന്നുണ്ട്. അതെന്താണെന്ന് പറ്റിയില്ല ഗൈസ്. ഞാനിപ്പം തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണില്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം തന്നെ എല്ലാ കഷ്ണങ്ങളും ഇടുന്നില്ല. ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ റൗണ്ട് എന്ന് പറയണ പോലെ റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ. ഇനി നമ്മൾ വീണ്ടും ഇങ്ങനെ എടുത്ത് പറക്കി പണിയാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം തന്നെ ഇടുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ ഇനി ഇടുന്നുകൊണ്ട് ഇടാണ്ടിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ പിന്നെ ഇടാം. അപ്പം നമുക്ക് പോയി തവികൾ എടുക്കാം. ഈ കുഞ്ഞു തവിയും വലിയ തവിയും നോക്കണം. ഇപ്പം തൽക്കാലം ചെറുതാണ് എടുക്കുന്നത്. മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇതുണ്ടോ, മറിച്ചിടാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം മറിച്ചിടാം ഗൈസ്. അപ്പോൾ നമ്മളിത് എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് തൽക്കാലം ധ്രുക്കുട്ടൻ്റെ കൊടുക്കാം. ധ്രുക്കുട്ട ഫോൺ താഴെ ഒന്നും കളയരുത്. ചേച്ചി നേരത്തെ പോലെയേ ഇത് എനിക്ക് മുരിക്കുന്നില്ലേ? ഉണ്ട് ഗൈസ്. കഴിഞ്ഞ വട്ടം നമ്മൾ ഉണ്ടാക്കിയ നേരത്തിലെ ഇത് ഞാൻ നല്ലവണ്ണം മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനൊരു മെഷീനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തത്. പക്ഷേ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്ത നേരത്തിൽ നല്ല ഡിസൈനും വന്നിരുന്നു. അതുപോലെ തന്നെ നല്ലവണ്ണം മുരിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. നല്ല നൈസായിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇതിൽ ചെയ്തപ്പോൾ ചിലതിനൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ടോ, കട്ടിയായിട്ടിരിക്കുകയാണ്. എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു ഗൈസ്. നല്ല സങ്കടമുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, ഒരു ചെറിയ സങ്കടം പോലെ. ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും, പിന്നെ കരിയും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. ആ പ്രശ്നങ്ങളൊക്കെ മാറിയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഗൈസ്, ഇതൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ തന്നെ നല്ല പാടാണ്. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഇതുണ്ടാക്കി കഴിയണ നേരത്തിൽ ഞാൻ എന്തേത് വിഷയത്തിലാണ് ചെയ്തതെന്നൊക്കെ കാണിച്ചു തരാം. ഇത് മിക്ക അമ്മമാരുടെ വീട്ടിൽ ഇപ്പം ഉണ്ടാവാറുണ്ട്. മിക്ക വീടുകളിലും ഇതിപ്പോൾ ഉണ്ടാവാറുണ്ട്. എല്ലാവരും ഇപ്പം ഈസി മിഷൻസ് ആവാൻ നോക്കുന്നത്. നമ്മളൊക്കെ പിന്നെ പാവങ്ങൾ. നമ്മൾ ഇതാദ്യമായിട്ട് വാങ്ങിയേക്കുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്.
അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ ഇടയ്ക്ക് ഒരു ടേൺ മറിച്ച് ചെയ്യുമ്പോഴേക്കും ബാക്കിയെല്ലാം അടുത്ത ടേൺ മറിക്കാറായിട്ടുണ്ടാവും. അങ്ങനെ ഞാനിപ്പോൾ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാന്ത പിടിക്കുന്ന കാര്യമാണ്. നല്ല സമാധാനമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഗൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ ഗ്യാരണ്ടി. ഒട്ടും ക്ഷമയില്ല ഗൈസ്. എനിക്ക് പക്ഷെ കഴിക്കണമല്ലോ. കഴിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണ്ടേ, അതുകൊണ്ട് ക്ഷമിക്കുന്നതാണ്. നിങ്ങൾ ആരൊക്കെ നല്ലവണ്ണം പടം വരയ്ക്കും കമൻറ്റ് ചെയ്യണേ. ഞാനിതൊക്കെ ഇതുണ്ടാക്കി കഴിയണ നേരം കൊണ്ട് വെള്ള കളറിലായിരിക്കുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബ്ലൂ ബട്ടൺ ആക്കിയിരിക്കുന്നേ. നമുക്കപ്പം നിറച്ച് എടുത്തോണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതേ കാണിക്കും. നിങ്ങൾ കാണിച്ചാൽ എന്നെ കാണിക്കാനല്ല പറഞ്ഞത്, ഇതുണ്ടോ കാണിക്കും. അതപ്പോൾ നമ്മൾ ഒന്നും കൂടി ഓഫാക്കിയിട്ട് ഓണാക്കാണ് നമ്മൾ ചെയ്യാതെ. എന്താണ് അത്രയൊന്നും അടുപ്പിക്കില്ല ഇതിൽ കൂട്ടാ. അയ്യോ ഫോൺ ചൂടാവൂലേ? കൊട്ടറിൻ്റെ കൊടുത്തേക്കുന്ന അമ്മ ഇതിലൊന്നും അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. അച്ഛനും അച്ഛമ്മയൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ് യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടാനായിട്ട്. അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് 3 കൂട്ടം പണിയായത് കാരണം അമ്മ ഇതൊന്നും പിടിച്ചു തരാറില്ല. മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് പിടിക്കാറ്. ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പിടിക്കും, ഇല്ലെങ്കിൽ ഇപ്പം എല്ലാം ഒറ്റയ്ക്കാണ് പിടിക്കാറ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ധ്രുക്കുട്ടറിൻ്റെ കൊടുക്കണം. എനിക്ക് നല്ല പേടിയുണ്ട് ഫോൺ താഴെയിടോ ഇല്ലയോ എന്നൊക്കെ. എനിക്ക് പേടിയോടെയാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ ട്രൈ ചെയ്ത് നോക്കരുത്. അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ഈ വീഡിയോ കാണിച്ചിട്ട് അവർ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നോളൂ കേട്ടോ. അതാണ് എല്ലാ കുട്ടികൾക്കും സേഫ്. ഞാനിപ്പോൾ 5ലാണ് പഠിക്കുന്നത്. 5ലാണ് പഠിക്കണമെങ്കിലും ചെറുപ്പത്തിൽ അമ്മ എന്നെ കുറച്ച് പാചകങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന ചേച്ചി എന്താ പഠിപ്പിക്കാത്ത? ഗൈസ് ഇവനൊരു ധാരണയില്ല. നമ്മൾ പെണ്ണുങ്ങളാണ് കഷ്ടപ്പെട്ട് നമ്മൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കി തന്നെ തിന്നെ മാത്രമായിട്ടാണ് ബോയ്സ് എന്നാണ് എൻ്റെ അനിയൻ്റെ വിചാരം. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അങ്ങനെയല്ല, അങ്ങനെയല്ല. നെവർ. അവൻ എത്ര വന്നാലൊന്നും കേൾക്കത്തില്ല. ഇതുപോലത്തെ ഒരു അനിയനെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുക. സ്നേഹം വന്നാൽ സ്നേഹിച്ച് കൊല്ലും, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെട്ട് കൊല്ലും. ഇതൊരു സാധനത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ ഇത് കണ്ടോണ്ടിരിക്കണം. പക്ഷേ ചേച്ചനെ പഠിപ്പിക്കാത്തോണ്ടാണ് ഞാനിവിടെ ഒരു പാത്രം എടുത്തു. കണ്ട കേസ് പാത്രം എന്ത് കുഞ്ഞു പാത്രം നോക്കി ഓടാടുന്നത്. ഇതിനൊക്കെ ഇതന്നെ ധാരാളമാണ് കേസ്. നല്ലോണം മുറിഞ്ഞിട്ടുണ്ട് കണ്ട. ഏകദേശം ഈ ഒരു പാകമായി കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലിട്ട് മാറ്റാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആവുന്ന അപ്പം തന്നെ മാറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ളത് വേറെ നിൽക്കുമ്പോഴേക്കും ആദ്യം മുരിഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ കരിഞ്ഞു പോകും. ഒരെണ്ണം ഞാൻ കട്ട് തിന്നിട്ടുണ്ട് കേട്ടോ. ശരി കേട്ടോ. ഞാൻ എന്തുണ്ടാക്കിയുള്ളത് അപ്പം നമുക്ക് ഒരെണ്ണം താഴെ വീണാട്ടാ. താഴെ ഒന്നും വീണില്ല ഗൈസ്. ഇവിടെയാണ് കേട്ടോ വീണ. ഞാൻ കണ്ടോണ്ടിരിക്കണല്ലോ ഗൈസ്. സൂപ്പർ. അത് കൂടി കുറച്ചും കൂടി ഇതാവാനുണ്ട്. കണ്ട ഇതൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് ഇത് ഇത് ഇത്രയും നേരം ഞാൻ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. മുളക് പൊടി ഉപ്പൊടി ഒന്നും നമ്മൾ ഇപ്പോഴല്ല ഇടുന്നേ. ഇത് നമ്മള് എന്താ പറയണേ, ഇത് ചെയ്ത് കഴിയുമ്പോഴായിട്ടിരുന്നേ. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടാ നല്ല സൂപ്പർ സാധനം. ഓ കൈ കഴിക്കാൻ നോക്കി ഊതിയിട്ടാണ് കഴിക്കുന്നത്.
സൂപ്പർ കേട്ടാ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല രുചിയുണ്ട്. വലിയ കൈ നമുക്ക് ചുട്ടു പൊള്ളിച്ചാലോ ഗൈസ്? അയ്യോ എന്റെ കേസ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ കൊന്നുകളി. ഞങ്ങൾ ഭയങ്കര കുറുമനാണ്, ഞാൻ കരാട്ടയ്ക്ക് പോകുന്നുണ്ട്. കരാട്ടയ്ക്ക് പോകുന്നത് പക്ഷെ ഒരു കുന്തവും പ്രാക്ടീസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ചേച്ചീനെ വീട്ടിലിട്ട് പൊരിച്ചടിയാ. ഇപ്പൊ നമ്മളിത് ചേച്ചിയുടെ ചന്തി വരെ പൊരിഞ്ഞു പോകും. നമ്മളിത് ഇവിടെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ കളിച്ചോണ്ടിരുന്ന ഈ പാവം കുട്ടീനെ കൊണ്ടുപോകുന്നതാണ് കേസ്. അല്ലടാ ഗൈസ്, ഇവൻ ഇത് കണ്ട ഇതെങ്ങനെ ആയേക്കണേ നോക്ക്. ഇതെങ്ങനെ ആയേക്കണേ നോക്കൂ. ഇങ്ങനെ വേണ്ടോ എണ്ണ തയ്ക്കാൻ? മിക്ക കുട്ടികൾക്ക് അറിയാം. കണ്ടോ ഗേസ്, ചേച്ചി ഒരു ഭാവം. ചേച്ചി ഉടുപ്പ് നോക്കൂ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കാട്ടോ. ഇനി ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് കുറേ ഉണ്ട് കേസ്. ഇനി റൗണ്ട് റൗണ്ട്. ചെയ്തപ്പം ചെറുതായിട്ട് അമ്മയ്ക്ക് അറിയില്ലുണ്ട് തോന്നുന്നത്. നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പല നമ്മൾ ഇത് മറിച്ചിടൊക്കെ ചെയ്യണം കേട്ടോ. നല്ല കഷ്ടപ്പെട്ടാണ് തട്ടി പിടിക്കുന്നത്. അയ്യാണ് എനിക്ക് പൊള്ളി ഗൈസ്. നല്ല ചൂട്. ആദ്യത്തെ കൈ ഇതുപോലെ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പൊള്ളിയിട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉള്ള സത്യം പറയല, കഷ്ടപ്പെട്ട് ഓരോരോ വീഡിയോസ് ഞാൻ ഇട്ടിട്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കുറച്ച് പേർക്ക് മാത്രമാണ്. കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുമായിരുന്നു. വെള്ളം കുടിച്ചോട്ടെ. കഴിഞ്ഞോ ചേച്ചി? ഇല്ല, ഇത് കഴിഞ്ഞാട്ടോ. നമ്മൾ പെട്ടെന്ന് ആവണില്ല ഗൈസ്. ഞാൻ കൊരിയായിട്ട് ചെയ്യാറ്. അവന് കഴിക്കാനാണ് ഗൈസ് കൊതി. കൈ പൊള്ളിട്ട് നല്ല ചൂട്. ഇവൻ്റെ ഈ സോപ്പിട്ടിലൊക്കെ എന്തിനാണെന്നറിയോ ഗൈസ്? എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അപ്പം എന്നെ സോപ്പിട്ടില്ല.